കേരളത്തിനകത്ത് എവിടെ നമ്മൾ ചെന്നാലും ലോക മലയാളികളുടെ ഇടയിൽ എവിടെ ചെന്നാലും ഒരു സ്ഥാനം മണിക്കുണ്ട്. അപ്പങ്ങേമ്പഴും ഒറ്റയ്ക്കീസുണ്ടമ്മായി അമ്മായി മരുമോനിക്കായി. ഈ സിനിമ ഒരു മഹത്തായ സിനിമയാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ലൂയിസ് സിനിമ പോലെയുള്ള സിനിമകൾ ഈ കാലഘട്ടത്തിന് വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഒരു സമയമുണ്ട് അല്ലേ? ദൈവം വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മണ്ണിൽ പോയേ പറ്റുള്ളൂ. ആ ഉള്ള സമയം നല്ല കർമ്മങ്ങൾ നന്മകൾ ചെയ്ത് ജീവിക്കാനുള്ളതാണ്. അപ്പോൾ മണി തന്നിട്ടുള്ള നല്ല നല്ല കുറേ ഓർമ്മകളാണ്. കേരളത്തിനകത്ത് എവിടെ നമ്മൾ ചെന്നാലും ലോക മലയാളികളുടെ ഇടയിൽ എവിടെ ചെന്നാലും ഒരു സ്ഥാനം മണിക്കുണ്ട്. അത് മണി ചെയ്തു വെച്ച് പോയിട്ടുള്ള കുറേ നല്ല കർമ്മങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ നല്ല പ്രോഗ്രാമുകളാണ്, പാട്ടുകളാണ്, സിനിമയിലൂടെയുള്ള നല്ല പെർഫോമൻസ് ആണ്. അപ്പൊ അതെല്ലാം എന്നും നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കട്ടെ. അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുമ്പോഴും എനിക്ക് വലിയൊരു സന്തോഷവും ഒരു അനുഭവമാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പോഴും മണിയെ കുറിച്ച് ഓർത്തുകൊണ്ട് മണിയുടെ പേരിൽ എന്ത് തന്നെ ചെയ്യുമ്പോഴും ഞങ്ങളെപ്പോലുള്ള ആളുകൾ വലിയ സന്തോഷമാണ്. എല്ലാവിധ നന്മകളും ആശംസകളും തരുന്നു. പിന്നെ ഞാൻ വന്നപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വന്ന് ചോദിക്കേണ്ടത്, കുട്ടികൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ചെയ്യൂ എന്തെങ്കിലും ചെയ്യൂ. ഞാൻ അവിടെ വന്നിരുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ. നിങ്ങൾക്ക് വീട്ടിൽ പോകണ്ടേ? അങ്ങനെ ഇരുന്നാൽ മതി. എന്നാൽ പോയിക്കല്ലാവരും പോവില്ല. എന്താ വേണ്ടത് നിങ്ങൾക്ക്? പാട്ട് ഈ നിൽക്കുന്ന ആള് രണ്ടും കൽപ്പിച്ച നിൽക്കാനായിട്ടോ. എനിക്ക് പറയുന്നത് വൈകിട്ട് തന്നെ യൂട്യൂബിൽ പോയി സാധനം പാട്ട്. സാധാരണ ഞാൻ ചെന്ന് ഒരു സ്ഥലത്ത് നിന്ന് പാടാൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിനകത്തൊരു പ്രത്യേകത ഉണ്ടാവും എന്നൊക്കെയാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. അപ്പോൾ അതുപോലെ നമുക്കൊരു നൊസ്റ്റാൾജി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് 1983. അപ്പോൾ അതിനകത്തോട് നമ്മുടെ ജയചന്ദ്രൻ ചേട്ടനും വാണിജ്യരാമനും ഒരു പാട്ട് പാടി. അപ്പോൾ അതിൻ്റെ പല്ലവി കുറച്ച് ഭാഗം ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി പോകാം. ഓക്കെ, റെഡിയല്ലേ? പൊട്ടാൻ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ കയ്യിൽ കൊട്ട് നന്നായിരുന്നു. പക്ഷെ സൂപ്പർ ഫാസ്റ്റ് പോണ പോലെ ഇടയ്ക്ക് പോയി, പിന്നെ പാസഞ്ചറായി താഴേക്ക് വന്നു. അപ്പോൾ ഏതായാലും ഞാനൊരു ചെറിയ സംഭവം കൂടി ചെയ്യാം. ഇതുപോലെ ഈ പാട്ട് ഞാൻ പാടില്ലെന്ന് വെച്ചാൽ ഇതുപോലെ മലയാള സിനിമയിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ പാടുന്ന താരങ്ങളുണ്ട്. ഇതിൽ കുറെ പിള്ളേര് ഇരിക്കുന്നുണ്ട്, അവർക്ക് പലരും അറിയുന്നുണ്ട്. നമ്മുടെ മധുസാനം കഴിയില്ലേ, ജനാർദ്ദൻ ചേട്ടൻ, മാമക്കോയ, കുതിരോട്ടൻ ബാബു, MS തൃപ്പൂണിത്തറ, സുരേഷ് ഗോപി, പിന്നെ ആരെ അറിയാത്തത്, പ്രേംനസീർ, KP ഉമ്മർ. അവരെല്ലാവരും ചേർന്ന് ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനമാണ് ഇപ്പൊ തന്ന പോലെ തരരുത്. വളരെ നല്ല താളത്തിൽ ഞാൻ പാടുമ്പോൾ ആ പണ്ട് ഓർക്കസ്ട്രയില്ല, ആ പാട്ടിനനുസരിച്ച് താളം തരാം. റെഡി റെഡി. അപ്പങ്ങേമ്പഴും ഒറ്റയ്ക്കീസുണ്ടമ്മായി അമ്മായി മരുമോനിക്കായി. അപ്പങ്ങേമ്പഴും ഒറ്റയ്ക്കീസുണ്ടമ്മായി അമ്മായി മരുമോനിക്കായി. അമ്മായി
മരുമോനെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോൾ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോനെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോൾ വട്ടായി പോയി. ഒന്നൊക്കെ അമ്മായി 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 അതുപോലെ പണമായി കണമായിന്റെ മോളെ ഒത്തുകൊത്തി കാണാൻ ഇത്ര പ്രകാശമുണ്ടായി. ഈ പണച്ചിക്ക് കഞ്ഞിവെക്ക് മാത്രമല്ല പിന്നെ എന്റെ പരിപാടി കഞ്ഞി വെച്ച് കുത്തുകുത്തി അമ്മോ പിന്നെ കുത്തി ഓരോരുത്തത്തെ കുത്താണ്. ഇത് നിർത്തണമെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപി എന്നെ വിചാരിക്കണം. അമ്മായി, കൊച്ചമ്മായി, ശിഖമ്മായി, ദേ വന്നു, ദേ പോയി അമ്മായി. കരനീല കൊണ്ടുമാട്ടായി തീർന്നുവോ? Everybody പോയി, everybody പോയി, വേഗാതി പോയി, വേഗേരി പോയി. മക്കളെ വേഗം 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 തോണി തോണി വേഗം അടിപൊളി പട്ടി ഇടിപൊളി പട്ടി അടിപൊളി കെട്ടി അടിപൊളി കെട്ടി അടികെട്ടി കെട്ടി വട്ടായി പോയി. വട്ടായി വട്ടായി നമ്മുടെ മൈ പുലിയാണ് പോയി കാസ്റ്റ് ഈ സിനിമ ഒരു മഹത്തായ സിനിമയാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ലൂയിസ് സിനിമ പോലെയുള്ള സിനിമകൾ ഈ കാലഘട്ടത്തിന് വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. ഈ സിനിമ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കുടുംബത്തിലെ ഓരോ അംഗങ്ങളും നിർബന്ധമായി കാണേണ്ടതാണ്. ഒരു സിനിമയിൽ അഭിനയിച്ച വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഇതിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറയുന്നത്, ഈ സിനിമ തീർച്ചയായിട്ടും വളരെ ഗൗരവമേറിയൊരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഇതിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള നമ്മുടെ ഷാബു ഉസ്മാൻ ഇദ്ദേഹം വേദിയിലുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു നന്മയുള്ള ചിത്രം ചെയ്യുവാൻ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ മുന്നിട്ടിറങ്ങിയ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ജിറ്റി അബ്രഹാം, അദ്ദേഹം ഇന്ന് സംഗീതനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതിലെ ഗാനരചയിതാവ് രാജീവ് ശിവ, അദ്ദേഹം വന്നു പോയി. അങ്ങനെ ഒരുപാട് പേരുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ഈ സിനിമ. ഈ സിനിമ പറയുന്നത് ഇന്നത്തെ ഓൺലൈൻ സംവിധാനം. ഒരു 1-2 വർഷക്കാലം നമ്മൾ കോവിഡുമായി മല്ലടിച്ച് അതിൽ നിന്ന് അതിജീവിക്കാനുള്ള നമ്മുടെ ആ പ്രയാസങ്ങൾക്കിടയിൽ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ, അവർ നേരിട്ട കുറെ അനുഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു കഥയാണ് ഈ ലൂയിസ് എന്ന സിനിമ. അപ്പൊ അതുകൊണ്ട് ഓരോ കുട്ടികളും മാതാപിതാക്കളും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ലൂയിസ്. അവരുടെ കുറേ കാര്യങ്ങൾ, ഇപ്പോഴത്തെ ആനുകാലിക വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന വളരെ ഡെപ്തുള്ള ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അത് വ്യക്തമായിട്ട് പറയാൻ കാരണം. തീർച്ചയായിട്ടും ഈ സിനിമ അടുത്ത മാസം 4-ാം തീയതി തിയേറ്ററുകളിൽ എത്തും. നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നവര് കാണണം. ഒപ്പം ഇവിടെ നിന്നും പോയ സ്റ്റുഡൻസ്, അവർക്ക് ഈ പറഞ്ഞ ഒരുപാട് ദൂരെ യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ടാവാം. അവരോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് നാളെ വരുമ്പോൾ തന്നെ മറക്കാതെ പറഞ്ഞ് അവരുടെ അടുത്ത് കാണാൻ പറയണം. തീർച്ചയായിട്ടും മറ്റുള്ള സിനിമകൾ നമ്മൾ കണ്ട് കളഞ്ഞു പോകുന്നത് പോലെയല്ല, ഇത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഈ സിനിമ നിങ്ങളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ, കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് സമ്മാനിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ ഒരു നല്ല ചിത്രത്തിന്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഭാഗ്യം. ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ഞാനും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ക്ഷണിച്ച അതിന് അവസരം നൽകിയ ഡയറക്ടറും പ്രൊഡ്യൂസറുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവിധ വിജയങ്ങളും ഇതിനുണ്ടാവും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിന് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്. അതിനുവേണ്ടി തന്നെയാണ് ആ ഒരു അപേക്ഷയുമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഈ സിനിമയെ നിങ്ങൾ ഇരുകൈയിട്ട് സ്വീകരിക്കുമെന്നുള്ള വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ നിർത്തുന്നു.